അല്ല, നമ്മളിപ്പോൾ മുഖ്യമന്ത്രി തന്നെ ബന്ധപ്പെട്ട മന്ത്രിമാരും ഞാൻ ഉൾപ്പെടെയുള്ള 2 യോഗം കഴിഞ്ഞു. അപ്പോൾ ഭൂമി അടിയന്തരമായിട്ടും കൈമാറാൻ 3 മാസത്തെ സമയമാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അർത്ഥത്തിൽ ഒരു വലിയ വികസന പ്രവർത്തനം തളിപ്പറമ്പ് മണ്ഡലത്തിൽ വരാൻ പോവുകയാണ്. സഫാരി 300 ഏക്കർ സ്ഥലമാണ്. വളരെ വേഗം തന്നെ തുടങ്ങും, വളരെ വേഗം തുടങ്ങും. അത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നാളെ ബഡ്ജറ്റിൽ വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പ്രതീക്ഷിക്കുന്നത് വലിയൊരു പ്രതീക്ഷയാണ്. അങ്ങനെ എന്തെങ്കിലും വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കടന്നുപോയി. നെഗറ്റീവായ ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യമായി പറയുന്നു, ആരെങ്കിലും വെല്ലുവിളിക്കുക, നെഗറ്റീവായ കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അവരെ പാട്ടിന് പോയിക്കോളൂ. ഞാൻ പോസിറ്റീവായ കാര്യം മാത്രമേ ചിന്തിക്കേണ്ടിയുള്ളൂ. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടേ മറുപടിയും പറയേണ്ട കാര്യമുള്ളൂ. ഹാപ്പിനെസ് എന്താ ഇല്ല, ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ പ്രശ്നം അയാൾ ഉന്നയിച്ചു. അതിന് കൃത്യമായി അതിൻ്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ മറുപടി പറയുകയും ചെയ്തു. അതേന്ന് ആ ആരോപണത്തിനെല്ലാം കൃത്യമായ മറുപടി കണ്ട് പ്രശ്നം പരിഹരിക്കുമല്ലേ വേണ്ടേ? അതല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതവർ പരിഹരിക്കും, ഉറപ്പായിട്ട് പരിഹരിക്കും. ഞാൻ പോയത് ഇന്നലെ ഞാൻ പോയതാണ്. അല്ല, പാർട്ടി ഇടപെടണ്ട, ഇല്ലാണ്ട് തന്നെ അവർ പരിഹരിക്കും. എന്തൊരു കഷ്ടമാണ്. അത് പരിഹരിക്കപ്പെടും. പോരെ.